കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. ഈ തുടർമാനമായ ദൈവവചന ധ്യാനത്തിന്റെ പഠനത്തിന്റെ ഈ സമയത്ത് നിങ്ങളോട് ഒരുമിച്ച് വീണ്ടും ആയിരിക്കാൻ കർത്താവ് നൽകിയ അവസരത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ പ്രത്യേകമായ വചന പഠന പരമ്പരയിലേക്ക് എനിക്ക് അവസരം നൽകിയ ബഹുമാനപ്പെട്ട മത്തായി സാറിനോടുള്ളതായ നന്ദിയും സ്നേഹവും ഈ സമയത്ത് അറിയിക്കുകയും ഈ ദിവസങ്ങളിൽ ശ്രദ്ധാപൂർവം ഈ പഠനം ശ്രവിച്ച എല്ലാവരോടുമുള്ളതായ നന്ദിയും സ്നേഹവും അറിയിക്കുകയാണ്. നെൽസൺ സാർ ഓർമ്മിപ്പിച്ചതുപോലെ വിജയകരമായ ക്രിസ്തീയ ജീവിതത്തെക്കുറിച്ചാണല്ലോ നാം ഈ ദിവസങ്ങളിൽ ചിന്തിച്ചുകൊണ്ടിരുന്നത്. വിജയകരമായ ക്രിസ്തീയ ജീവിതം എന്തല്ല എന്നും എന്താണ് എന്നുള്ളത് ആദ്യത്തെ ദിവസം പഠിച്ചു. അതോട് ചേർന്ന് വിജയകരമായ ക്രിസ്തീയ ജീവിതത്തിന് അനിവാര്യമായിരിക്കുന്ന 3 ബോധ്യങ്ങളെക്കുറിച്ചും നമ്മൾ പഠിക്കാനായിട്ട് ഇടയായിത്തീർന്നു. രണ്ടാമത്തെ ദിവസം വിജയകരമായ ക്രിസ്തീയ ജീവിതത്തിന്റെ ശത്രുക്കൾ 3 ശത്രുക്കളെ കുറിച്ച് ഓർത്തു. ജഡം, ലോകം, പിശാച്, ഈ 3 ശത്രുക്കൾ വിജയകരമായ ക്രിസ്തീയ ജീവിതത്തിനുണ്ട് എന്ന് നമുക്ക് കാണാനായിട്ടിടയായിത്തീർന്നു. അതോടൊപ്പം വിജയകരമായ ക്രിസ്തീയ ജീവിതത്തിന്റെ താക്കോലായി നാം കണ്ടത് ആത്മാവിനെ അനുസരിച്ച് നടക്കുക. ആത്മാവിനെ അനുസരിച്ച് നടക്കുമ്പോഴാണ് നമ്മിൽ ആത്മാവിന്റെ ഫലം ഉളവാകുന്നത് എന്നും പഠിക്കാനിടയായി. സാർ ഓർമ്മിപ്പിച്ചതുപോലെ ഇന്നലെ വിജയകരമായ ക്രിസ്തീയ ജീവിതത്തിന് സംഭവിക്കാവുന്ന 2 വ്യതിചലനങ്ങൾ ഏതൊക്കെയാണ്? 2 വ്യതിചലനങ്ങൾ, അത് ലൈസൻസ് ആൻഡ് ലീഗലിസം. എങ്ങനെ വേണമെങ്കിലും ജീവിക്കാം എന്നുള്ള ഒരു ചിന്തയും, ക്രിസ്തു നമുക്ക് സ്വാതന്ത്ര്യം വരുത്തിയത് കൊണ്ട് ജഡത്തിന്റെ പാപമൊന്നും നമ്മുടെ ആത്മീയതയെ ബാധിക്കുകയില്ല എന്നുള്ളൊരു ചിന്തയാണത്. 2 ലീഗലിസം, നിയമവാദം. ക്രിസ്തീയ ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു വര വരച്ചിട്ട് ആ വരയിലൂടെ യാത്ര ചെയ്യുക, മാനുഷികമായ നിയമങ്ങളിലൂടെ ജീവിക്കുക എന്നുള്ളതാണ് എന്ന് പലരും തെറ്റിദ്ധരിക്കുന്നു. ഇത് രണ്ടുമല്ല. ഇതിന്റെ രണ്ടും നടുവിൽ, ഇത് രണ്ടും 2 എക്സ്ട്രീമാണ്. ഇതിന്റെ രണ്ടിന്റെയും നടുവിൽ ഒരു ആത്മാവിനെ അനുസരിച്ചുള്ള ഒരു നടപ്പാണ് ക്രിസ്തീയ ജീവിതം, വിജയകരമായ ക്രിസ്തീയ ജീവിതം എന്ന് കാണുവാനിടയായി. ഇന്ന് നാം പഠിക്കാനായിട്ട് പോകുന്നത് ഈ വിജയകരമായ ജീവിതത്തിന് വേണ്ട പരിശീലനത്തെ കുറിച്ചാണ്. ആത്മീയ പരിശീലനം. ഒന്ന് ചിന്തിക്കുക, ഒരു പട്ടാളക്കാരൻ, ആ പട്ടാളക്കാരന്റെ കയ്യിൽ എല്ലാ ആയുധങ്ങളും നൽകിയിട്ടുണ്ട്. ആ പട്ടാളക്കാരൻ തനിക്ക് ധരിക്കേണ്ടതായ വസ്ത്രം, തൻ്റെ ഹെൽമറ്റ് എല്ലാം ധരിച്ചിട്ടുണ്ട്. പക്ഷെ ഒരിക്കൽ പോലും ഒരു പരിശീലനം ലഭിച്ചില്ല എങ്കിൽ, തൻ്റെ ആയുധങ്ങൾ മൂർച്ചപ്പെടുത്തിയില്ല എങ്കിൽ, അദ്ദേഹം തൻ്റെ കമാൻഡറുമായി നിരന്തരമായ സമ്പർക്കം പുലർത്തുന്നില്ല എങ്കിൽ, അദ്ദേഹത്തിന് എങ്ങനെയാണ് ഒരു വിജയിയായ ഒരു പട്ടാളക്കാരനാകുവാനായിട്ട് കഴിയുന്നത്? തൻ്റെ ആയുധങ്ങൾ മൂർച്ചപ്പെടുത്താത്ത, തൻ്റെ ആയുധങ്ങൾ എങ്ങനെ ഉപയോഗിക്കണമെന്ന് പരിശീലനം നടത്താത്ത ഒരു പട്ടാളക്കാരൻ ഒരിക്കലും സക്സസ്ഫുൾ ആയിട്ട് യുദ്ധം ചെയ്യുവാനായിട്ട് സാധ്യമല്ല. രണ്ടാമത്തെ ദിവസം നാം ഓർത്തു, ദൈവത്തിന്റെ സർവായുധ വർഗം ധരിച്ചുകൊണ്ടാണ് നാം വിജയകരമായ ക്രിസ്തീയ ജീവിതം നയിക്കേണ്ടത്. വിജയകരമായ ആത്മാവിനെ അനുസരിച്ച് നടക്കുക എന്ന് പറയുമ്പോൾ അവിടെ നാം സർവായുധ വർഗം ധരിച്ചുകൊണ്ടാണ്. എന്നാൽ ഈ സർവായുധ വർഗം ധരിച്ചുകൊണ്ട് എങ്ങനെ യുദ്ധം ചെയ്യണമെന്നുള്ള പരിശീലനം ഒരു പട്ടാളക്കാരന്, ഒരു ദൈവ പൈതലിന് ആവശ്യമായിട്ടുണ്ട്. അവിടെയാണ് സ്പിരിച്വൽ ഡിസിപ്ലിൻസ് ഫോർ വിക്ടോറിയസ് ലൈഫ്. വിജയകരമായ ക്രിസ്തീയ ജീവിതത്തിന് ആത്മീയ ശിക്ഷണങ്ങൾ വളരെ അനിവാര്യമാണ്. അതുകൊണ്ട് ഇന്ന് ഞാൻ പങ്കുവെക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് എങ്ങനെയാണ് ആത്മീക ശിക്ഷണങ്ങൾ, ആത്മീക ശീലങ്ങൾ വിജയകരമായ ക്രിസ്തീയ ജീവിതത്തിന് ആവശ്യം എന്നുള്ളതാണ്. 1 തിമോത്തിയോസിന്റെ ലേഖനം 4-ാം അധ്യായം 7ഉം 8ഉം വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ഇപ്രകാരമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്: ഭക്തിവിരുദ്ധമായ കിഴവിക്കഥകളെ ഒഴിച്ച് ദൈവഭക്തിക്ക് തക്കവണ്ണം അഭ്യാസം ചെയ്യുക. ഇംഗ്ലീഷ് ബൈബിളിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: ട്രെയിൻ യുവർ സെൽഫ് ടു ബി ഗോഡ്ലി. നിങ്ങൾ ഭക്തരായി തീരുവാൻ നിങ്ങൾ സ്വയം ഒരു പരിശീലനം നടത്തണം. ട്രെയിൻ യുവർ സെൽഫ് ടു ബി ഗോഡ്ലി. നാം നമ്മുടെ ആത്മീക ജീവിതത്തിൽ ചില ആത്മീക ശിക്ഷണങ്ങളിലൂടെ, പരിശീലനത്തിലൂടെ, അഭ്യാസത്തിലൂടെ, ട്രെയിനിങ്ങിലൂടെ കടന്നു പോകണം.
1 തിമോത്തിയോസ് 4:8 ഇപ്രകാരം പറയുന്നു, ശരീരാഭ്യാസം അല്പ പ്രയോജനമുള്ളതത്രേ, ദൈവഭക്തിയോ ഇപ്പോഴത്തെ ജീവന്റെയും വരുവാനിരിക്കുന്നതിന്റെയും വാഗ്ദത്തമുള്ളതാകയാൽ സകലത്തിനും പ്രയോജനമുള്ളതാകുന്നു. ആത്മീകമായിരിക്കുന്ന പരിശീലനം ഈ ലോകത്തിലും വരുവാനിരിക്കുന്ന ലോകത്തിലും നമുക്ക് പ്രയോജനകരമാണ്. അതുകൊണ്ട് ഇന്ന് നാം ചിന്തിക്കേണ്ടത്, എങ്ങനെ ആത്മീക ശിക്ഷണങ്ങൾ, എന്താണ് ആത്മീക ശിക്ഷണങ്ങൾ, അതിന്റെ പ്രത്യേകത എന്താണ്, അത് നമ്മെ എങ്ങനെ വിജയകരമായ ക്രിസ്തീയ ജീവിതത്തിന് സഹായിക്കും. ഗലാത്യ ലേഖനം 6-8 ഇപ്രകാരമാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, ജഡത്തിൽ വിതയ്ക്കുന്നവൻ ജഡത്തിൽ നാശം കൊയ്യും, ആത്മാവിൽ വിതയ്ക്കുന്നവൻ ആത്മാവിൽ നിന്ന് നിത്യജീവനെ കൊയ്യും. ഈ ആത്മീയ ജീവിതത്തിൽ നമ്മൾ ആത്മീയ ശിക്ഷണങ്ങളിലൂടെ കടന്നുപോയാൽ നാം ആത്മീകമായി ബലപ്പെടുകയും ആത്മശക്തി പ്രാപിക്കുകയും വിജയകരമായ ക്രിസ്തീയ ജീവിതത്തിനായി ഒരുക്കപ്പെടുകയും ചെയ്യും. നമ്മൾ ജിമ്മിൽ പോകുന്ന ആളുകളുണ്ട്, അല്ലെങ്കിൽ കളിക്കാൻ പോകുന്ന ആളുകളുണ്ട്, വീട്ടിൽ തന്നെ എക്സർസൈസ് ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ട്. നമ്മൾ ശരീരത്തിന്റെ ഏത് ഭാഗത്തിന് വേണ്ട എക്സർസൈസ് ആണോ ചെയ്യുന്നത്, ആ ഭാഗത്താണ് കൂടുതൽ ശക്തി പ്രാപിക്കുക, ആ ഭാഗത്താണ് നമ്മൾ ബലപ്പെടുക. എവിടെയാണോ എക്സർസൈസ് ചെയ്യാത്തത്, ആ ഭാഗം അല്പം ബലഹീനമായി തീരുകയും ചെയ്യും. വിജയകരമായ ക്രിസ്തീയ ജീവിതത്തിന് ആത്മീകമായ ശിക്ഷണം നേടിയില്ല എങ്കിൽ നമുക്ക് വിജയകരമായി ആത്മീക ജീവിതം നയിക്കുവാനായിട്ട് സാധ്യമല്ല. അങ്ങനെയാണെങ്കിൽ ഒരു ചോദ്യമുണ്ട്, എന്താണ് ആത്മീക ശിക്ഷണങ്ങൾ? വാട്ട് ഈസ് മീൻ ബൈ സ്പിരിച്വൽ ഡിസിപ്ലിൻസ്? സ്പിരിച്വൽ ഡിസിപ്ലിൻസ് ആർ God ordained habits that position us to receive grace, grow in Christ-likeness, and walk in victory over sin, fear, and the flesh. ഒരു അല്പം ദീർഘമായ നിർവചനമാണെന്ന് എനിക്കറിയാം, എങ്കിലും ഞാനതൊന്ന് ആവർത്തിക്കട്ടെ. ആത്മീക ശിക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ ദൈവത്താൽ നിയോഗിക്കപ്പെട്ട, അല്ലെങ്കിൽ തിരുവെഴുത്തുകളിൽ രേഖപ്പെടുത്തപ്പെട്ടതായ ചില ശീലങ്ങളാണ്. എന്തിനു വേണ്ടിയാണ് ആ ശീലങ്ങൾ? അത് കൂടുതൽ ദൈവകൃപ പ്രാപിക്കുവാനും ക്രിസ്തുവിനോട് അനുരൂപരായി വളരുവാനും പാപത്തെ ജയിച്ചുകൊണ്ട് ക്രിസ്തീയ ജീവിതം നയിക്കുവാനും ഭയത്തെയും ജഡത്തെയും മറികടക്കുവാനും നമ്മെ സഹായിക്കുന്നതാണ് ആത്മീക ശിക്ഷണങ്ങൾ. ഉദാഹരണമായി, അനുദിനമായി ബൈബിൾ വായിക്കുക, അനുദിനം വചനം കേൾക്കുക, ഉപവസിക്കുക, പ്രാർത്ഥിക്കുക, അതുമല്ലെങ്കിൽ വ്യക്തിപരമായി മറ്റുള്ളവരോട് സുവിശേഷം പറയുക, സാധുക്കളെ ശുശ്രൂഷിക്കുക, ഇങ്ങനെ തുടങ്ങുന്ന ഒരു വലിയ നിര തന്നെ ആത്മീക ശിക്ഷണങ്ങളിലുണ്ട്. എന്നാൽ ഇന്നലെ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇതൊരിക്കലും ലീഗലിസമായി പോകരുത്. ഇന്നലെ ഞാൻ പറഞ്ഞു, ഒരു ദിവസം രാവിലെ നമുക്ക് ബൈബിൾ വായിക്കാൻ കഴിഞ്ഞില്ല, തീർച്ചയായും അത് നമ്മെ ആത്മീകമായി ക്ഷീണിപ്പിക്കും. എന്നാൽ ഞാൻ ഇത്ര പ്രാവശ്യം ബൈബിൾ വായിച്ചു എന്ന് പറഞ്ഞ് സ്വർഗത്തിൽ നമുക്ക് ഒരു ക്രെഡിറ്റും കിട്ടാൻ പോകുന്നില്ല. സ്വർഗത്തിൽ കിട്ടാൻ പോകുന്നത് ആ അനുദിനം ബൈബിൾ വായിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതിലൂടെ എനിക്ക് ലഭിച്ച ആത്മശക്തിയാൽ ഞാൻ ജീവിക്കുന്ന ആത്മീക ജീവിതത്തിനാണ് എനിക്ക് സ്വർഗത്തിൽ ദൈവം എന്നെ എൻകറേജ് ചെയ്യാൻ, അല്ലെങ്കിൽ അഭിനന്ദിക്കാനായിട്ട് പോകുന്നത്. ഞാൻ 1000 പ്രാവശ്യം ബൈബിൾ വായിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണെന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ നമുക്കൊരു 1000 പോയിന്റ് കിട്ടുകയില്ല. നേരെ മറിച്ച് 1000 പ്രാവശ്യം ഞാൻ ബൈബിൾ വായിച്ചു, അങ്ങനെ ഞാൻ കൂടുതൽ ആത്മശക്തി പ്രാപിച്ചു, കൂടുതൽ ഞാൻ ദൈവകൃപ പ്രാപിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് എൻ്റെ ക്രിസ്തീയ ജീവിതം കൂടുതൽ വിജയകരമായി ജീവിക്കുവാനായിട്ട് സാധിക്കും. അതാണ് ആത്മീക ശിക്ഷണത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഈ സ്പിരിച്വൽ ഡിസിപ്ലിൻസിനെ 2 കാറ്റഗറി ആയിട്ട് തിരിക്കാം. ഒന്ന് വ്യക്തിപരം, ഒന്ന് കൂട്ടായ്മയോടുള്ള ബന്ധത്തിൽ, പേഴ്സണൽ ആൻഡ് ഇന്റർപേഴ്സണൽ.
വ്യക്തിപരമായി ഞാൻ ചെയ്യേണ്ട ചില ശീലങ്ങൾ. ഉദാഹരണമായി ഉപവസിക്കുക. അത് ഒരിക്കലും വേറൊരാള്, നമുക്ക് ഒരുമിച്ച് ഉപവസിക്കാം, പക്ഷേ ഉപവസിക്കേണ്ടത് ഞാൻ തന്നെയാണ്, അല്ലേ? ദൈവവചനം വായിക്കുക ഞാൻ തന്നെ ചെയ്യേണ്ട ഒരു കാര്യമാണ്. എന്നാൽ ഒരുമിച്ച് ചെയ്യേണ്ട ചില സ്പിരിച്വൽ ഡിസിപ്ലിൻസ് ഉണ്ട്. ഉദാഹരണത്തിന് കൂട്ടായ്മ, ദൈവജനത്തോട് ഒരുമിച്ചുള്ള കൂട്ടായ്മ എന്ന് പറയുന്നത് ഒരുമിച്ചുള്ള ഇന്റർ പേഴ്സണൽ സ്പിരിച്വൽ ഡിസിപ്ലിൻ ആണ്. രണ്ടാമത്തെ ഒരു പ്രത്യേകത, സ്പിരിച്വൽ ഡിസിപ്ലിൻസ് ആർ ആക്ടിവിറ്റീസ് നോട്ട് ആറ്റിറ്റ്യൂഡ്സ്. ആത്മീക ശിക്ഷണങ്ങൾ എന്ന് പറയുന്നത് മനോഭാവമല്ല, നാം ചെയ്യേണ്ട ചില കാര്യങ്ങളാണ്. ഉദാഹരണം, പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിൻ. ഈ സന്തോഷിക്കുക എന്ന് പറയുന്നത് വാസ്തവത്തിൽ ഒരു പ്രവൃത്തിയല്ല, നേരെ മറിച്ച് അത് ഒരു മനോഭാവമാണ്. എന്നാൽ ഉപവസിക്കുക എന്ന് പറയുന്ന ഒരു മനോഭാവമല്ല. ഞാൻ മനഃപൂർവമായി ഭക്ഷണം വെടിയുകയാണ്, ബൈബിൾ എടുത്ത് വായിക്കുകയാണ്, ഒരു നോട്ട്ബുക്ക് എടുത്തു വെച്ച് വായിച്ച ഭാഗത്തു നിന്നുള്ള നോട്ട്സ് കുറിക്കുകയാണ്. ഇതൊക്കെ സ്പിരിച്വൽ ഡിസിപ്ലിൻസ് ആണ്. 3, ഈ ആത്മീക ശിക്ഷണങ്ങൾ ബിബ്ലിക്കലായിരിക്കണം. ചില ആളുകൾ ഒരു തെറ്റിദ്ധരിക്കുന്നുണ്ട്, യോഗ ചെയ്യുന്നത് ഒരാത്മീയതയാണെന്ന്. അത് ഒരിക്കലും ഒരു ആത്മീയതയല്ല. കാരണം നമ്മുടെ ആത്മീക വർധനവിന് വേണ്ടി ബൈബിളിൽ രേഖപ്പെടുത്തപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് സ്പിരിച്വൽ ഡിസിപ്ലിൻസ്. ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് സംസാരിക്കുന്നത് ദൈവവചനത്തിലൂടെയാണ്. ദൈവവചനം നമ്മോട് പറയുന്ന ആത്മീക ശീലങ്ങൾ, അതാണ് സ്പിരിച്വൽ ഡിസിപ്ലിൻസ്. 2 തിമോത്തിയോസ് 3:16 നാം വായിക്കുന്നു, എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമാകയാൽ ദൈവത്തിന്റെ മനുഷ്യൻ സകല സൽപ്രവർത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന് ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യസനത്തിനും പ്രയോജനമുള്ളതാകുന്നു. നീതിയിലെ അഭ്യസനത്തിന് പ്രയോജനമുള്ളത് എല്ലാ തിരുവെഴുത്തുകളുമാണ്. ആ തിരുവെഴുത്തുകളിൽ പറയുന്ന ആത്മീക ശീലങ്ങളാണ് നമ്മെ ആത്മീയമായി ബലപ്പെടുവാനായിട്ട് സഹായിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്ന ആത്മീക ശീലങ്ങളാണ് എനിക്ക് നിങ്ങൾക്കും പ്രയോജനകരമായിട്ടുള്ളത്. ശാരീരികമായി നമ്മൾ ചെയ്യുന്ന എക്സർസൈസ്, നമ്മൾ ആദ്യം 1 തിമോത്തിയോസ് 4:8 വായിച്ചു, ശരീരാഭ്യാസം അല്പ പ്രയോജനമുള്ളതാണ്. ഫിസിക്കൽ എക്സർസൈസ് അല്പമായി ഈ ലോകത്ത് ജീവിക്കുമ്പോൾ പ്രയോജനമുണ്ട്. പക്ഷെ ആത്മീക പരിശീലനം ഈ ലോകത്തിലും വരുവാനിരിക്കുന്ന ലോകത്തിലും നമ്മെ സഹായിക്കും എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. എങ്ങനെയാണ് അത് നമ്മെ സഹായിക്കുന്നത്? അത് പറഞ്ഞ് ഞാൻ ഇത് കൺക്ലൂഡ് ചെയ്യേണ്ടതായിട്ട് വരും. അതിനുള്ള സമയമേ എൻ്റെ മുമ്പിലുള്ളൂ. എങ്ങനെ ഈ ആത്മീക ശീലങ്ങൾ നമ്മെ വിജയകരമായ ക്രിസ്തീയ ജീവിതത്തിന് സഹായിക്കും? 1, ഈ ആത്മീക ശീലങ്ങൾ, ശിക്ഷണങ്ങൾ ക്രിസ്തുവുമായി, ദൈവവുമായി നിരന്തരമായ ബന്ധത്തിലിരിക്കാൻ നമ്മെ സഹായിക്കുന്നു. They keep us connected to Christ. ഉദാഹരണം, പ്രാർത്ഥന, ബൈബിൾ വായന, തിരുവചന ധ്യാനം. ഇത് വ്യക്തിപരമായി നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. വ്യക്തിപരമായി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണം, വ്യക്തിപരമായി ബൈബിൾ വായിക്കണം, വ്യക്തിപരമായി ദൈവവചനം വായിച്ച് ധ്യാനിക്കണം. ഇത് വായിച്ച് ധ്യാനിക്കുമ്പോൾ നാം ദൈവവുമായിട്ടുള്ള നിരന്തരമായ സമ്പർക്കത്തിൽ ഇരിക്കുവാനായിട്ട് കഴിയും. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു. ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു എങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും. വിജയകരമായ ക്രിസ്തീയ ജീവിതം, ഫലകരമായ ക്രിസ്തീയ ജീവിതം നയിക്കണമെങ്കിൽ ദൈവത്തോടുള്ള നിരന്തരമായ സമ്പർക്കം ആവശ്യമുണ്ട്. ആ നിരന്തരമായ സമ്പർക്കം നമുക്ക് ലഭിക്കാൻ സഹായിക്കുന്ന ചില ആത്മീക ശിക്ഷണങ്ങളാണ് പ്രാർത്ഥന. ഞാനും നിങ്ങളും അകത്ത് കയറി വാതിലടച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ നാമും ദൈവവുമായിട്ടുള്ള ബന്ധത്തെ അത് കൂടുതൽ സജീവമാക്കുകയാണ്.
ദൈവത്തിന് നമ്മോട് പറയാനുള്ള കാര്യങ്ങൾ തിരുവചനം വായിക്കുന്നതിലൂടെ, തിരുവചനം ധ്യാനിക്കുന്നതിലൂടെ നമുക്ക് ലഭിക്കുകയാണ്. ക്രിസ്തുവിൽ വസിക്കുക, അവിടെയാണ് നമ്മുടെ ആത്മീക ബന്ധങ്ങൾ കൂടുതൽ ദൃഢമായി തീരുന്നത്. They keep our hearts tender, our minds renewed and our wills aligned. നമ്മുടെ ആത്മീക ജീവിതം ഫലകരമാകണമെങ്കിൽ സ്പിരിച്വൽ ഡിസിപ്ലിൻസ് ഒരു അനിവാര്യമായ ഘടകമാണ്. They keep us connected to God. ദൈവത്തോട് നമ്മെ ബന്ധിപ്പിച്ച് നിർത്തുന്നത് ഈ ആത്മീക ശിക്ഷണങ്ങളാണ്. രണ്ടാമതായി, ഈ ആത്മീക ശിക്ഷണങ്ങൾ നമ്മുടെ അകത്തെ മനുഷ്യനെ ശക്തിപ്പെടുത്തും. They strengthen the inner person. അകത്തെ മനുഷ്യനെ ബലപ്പെടുത്തും. എഫേസ്യർ 3:16 നമ്മൾ വായിക്കുന്നുണ്ട്, അവൻ തന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം അവന്റെ ആത്മാവിനാൽ നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടേണ്ടതിന്. ഈ അകത്തെ മനുഷ്യൻ ബലപ്പെടാൻ നമ്മൾ എന്ത് ചെയ്യും? ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ എക്സർസൈസ് ചെയ്യുമ്പോൾ ഏത് ശരീരഭാഗത്തെയാണോ എക്സർസൈസ് ചെയ്യുന്നത് ആ ശരീരഭാഗത്തെ കൂടുതൽ ബലപ്പെടുത്തും. ഞാൻ ഈ എക്സർസൈസ് ഒക്കെ ചെയ്യുന്ന ഒരാളാണ് വ്യക്തിപരമായിട്ട്. അല്പം, വലിയ കാര്യമായിട്ടൊന്നും അല്ലെങ്കിലും അല്പാൽപമായിട്ടൊക്കെ എക്സർസൈസ് ചെയ്യുന്നയാളാണ്. ഈ എക്സർസൈസ് ചെയ്യാറുണ്ടെങ്കിലും എനിക്ക് ഈ പുഷപ്പ് എടുക്കാൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു. പരമാവധി 5 or 6 പുഷപ്പ് ഒക്കെയാണ് ഞാൻ പണ്ടൊക്കെ 3 പുഷപ്പ് എടുക്കുകയുള്ളായിരുന്നു. എന്നാൽ നിരന്തരമായ പരിശ്രമത്തിന്റെ ഫലമായിട്ട് 5 or 6 പുഷപ്പ് ഒക്കെ എടുക്കും. എന്നാൽ മിനിഞ്ഞാന്ന് ഞാൻ ഒന്ന് ശ്രമിച്ചപ്പോൾ എനിക്ക് 20 പുഷപ്പ് വരെ എത്താൻ പറ്റി. എന്താ 20 പുഷപ്പ് വരെ എത്താൻ പറ്റിയെന്ന് ചോദിച്ചാൽ, ആ പുഷപ്പ് എടുക്കാൻ വേണ്ട ശരീരഭാഗങ്ങളെ കൂടുതൽ ബലപ്പെടുത്തുന്ന എക്സർസൈസുകൾ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ആ ഭാഗത്തിന്റെ എക്സർസൈസ് ചെയ്തപ്പോഴാണ് കൂടുതൽ ആ ശരീരഭാഗങ്ങൾ ബലപ്പെട്ടതും അത് ചെയ്യാനായിട്ടും കഴിഞ്ഞത്. എന്നതുപോലെ നമ്മുടെ അകത്തെ മനുഷ്യൻ ബലപ്പെടണമെങ്കിൽ അകത്തെ മനുഷ്യനെ ബലപ്പെടുത്തുന്നതായ വ്യായാമങ്ങൾ, പരിശീലനം നമ്മൾ നടത്തണം. ഉദാഹരണത്തിന് ഉപവാസം, ഒറ്റയ്ക്കിരിക്കുന്ന അനുഭവം, ഞാനും ദൈവവും മാത്രമുള്ള ചില നിശബ്ദ നിമിഷങ്ങൾ. അതിന് വേദപഠിതാക്കൾ കൊടുക്കുന്ന പേര് സൈലൻസ് ആൻഡ് സോളിറ്റ്യൂഡ് എന്നാണ്. നിശബ്ദതയിൽ ദൈവത്തോട് ഒരുമിച്ച് ശാന്തമായിരിക്കുക, നമ്മളൊന്നും പറയുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ അകത്തെ മനുഷ്യൻ കൂടുതൽ ബലപ്പെടുന്നത്. ഈ അകത്തെ മനുഷ്യൻ ബലപ്പെടുമ്പോൾ, ഉപവസിക്കുമ്പോൾ നമ്മുടെ ജഡം ബലഹീനമായി തീരുകയും ആത്മാവ് ബലപ്പെടുകയും ചെയ്യും. ഈ ജഡത്തെ കൂടുതൽ ഫീഡ് ചെയ്തുകൊണ്ടിരുന്നാൽ, ജഡത്തെ നമ്മൾ കൂടുതൽ തൃപ്തിപ്പെടുത്തിക്കൊണ്ടിരുന്നാൽ ജഡം ബലപ്പെട്ടുകൊണ്ടിരിക്കും. ജഡം ചിലപ്പോൾ ചില ആസക്തികളെ മുന്നോട്ട് വെക്കും. നമ്മൾ അതിനെ തൃപ്തിപ്പെടുത്താൻ പോയാൽ നമ്മൾ ആ ആസക്തികൾ കടിമയാവുകയും നമ്മുടെ ആത്മാവ് ബലഹീനമാവുകയും ചെയ്യും. എന്നാൽ സ്പിരിച്വൽ ഡിസിപ്ലിൻസിൽ നാം ചെയ്യുന്നത് അകത്തെ മനുഷ്യനെയാണ് ബലപ്പെടുത്തുന്നത്. ഉപവസിക്കുമ്പോൾ പുറമേയുള്ള മനുഷ്യനെ ബലഹീനമാക്കും. പുറമേയുള്ള മനുഷ്യൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരമല്ല ഉദ്ദേശിക്കുന്നത്, പാപസ്വഭാവത്തെ, ജഡത്തെ കൂടുതൽ ബലഹീനമാക്കുകയും അകത്തെ മനുഷ്യനെ ആത്മാവിൽ കൂടുതൽ ബലപ്പെടുകയും ചെയ്യും. ഒരു സെൽഫ് കൺട്രോൾ, ഇന്ദ്രിയ ജയം നമ്മൾ കൂടുതലായിട്ട് പ്രാപിക്കും. ആത്മീകമായി നമ്മൾ ശക്തരായി തീരും. വേഗത്തിൽ മുന്നോട്ട് പോകാം. 3, ഈ ആത്മീക ശിക്ഷണങ്ങൾ നമ്മുടെ മനസ്സുകളെ പുതുക്കും. റോമർ 12:2 നാം വായിക്കുന്നു, ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിൻ. നാം ദൈവഹിതം എന്താണെന്ന് തിരിച്ചറിയണമെങ്കിൽ നമ്മുടെ മനസ്സ് പുതുക്കപ്പെടണം. ഓരോ പ്രാവശ്യവും പ്രവാചകന്മാരുടെ അടുത്ത് പോയി ഞാൻ ഇങ്ങനൊരു കാര്യം ചെയ്താൽ അത് ദൈവഹിതമാകുമോ എന്ന് മുട്ടുമടക്കി ചിലപ്പോൾ അവർക്ക് മുമ്പിൽ ഇരിക്കുന്ന ആളുകളെ കാണാനായിട്ട് കഴിയും. എന്നാൽ പറയട്ടെ, വ്യക്തിപരമായി നമ്മുടെ മനസ്സ് പുതുക്കി നാം രൂപാന്തരപ്പെട്ടെങ്കിൽ നമുക്ക് തന്നെ ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയുവാനായിട്ട് കഴിയും.
അത് കഴിയണമെന്നുണ്ടെങ്കിൽ പിശാചിന്റെ പ്രലോഭനങ്ങൾ വരുമ്പോൾ, പിശാച് നമ്മുടെ മുമ്പിൽ കള്ളം നിരത്തി വയ്ക്കുമ്പോൾ അതിനെ മറികടക്കാൻ കഴിയണമെങ്കിൽ ഈ ആത്മീക പരിശീലനം നമുക്ക് ആവശ്യമായിട്ടുണ്ട്. ഉദാഹരണമായി തിരുവെഴുത്തുകളെ മനഃപ്പാഠമാക്കുക, ദൈവവചനത്തിന്റെ തുടർമാനമായ ധ്യാനം, ഇതൊക്കെ ആത്മീയമായി പിശാചിന്റെ തന്ത്രങ്ങളെ തിരിച്ചറിയുവാൻ നമ്മെ സഹായിക്കുന്നതാണ്. നമുക്കറിയാം, നമ്മുടെ കർത്താവ് മത്തായി എഴുതിയ സുവിശേഷം 4-ാം അധ്യായത്തിൽ പിശാചിനാൽ പരീക്ഷിക്കപ്പെടുകയാണ്. പിശാച് ചില കാര്യങ്ങളൊക്കെ തിരുവെഴുത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ചില പ്രലോഭനങ്ങൾ മുന്നോട്ട് വെക്കുമ്പോൾ എങ്ങനെയാണ് കർത്താവിന് അതിനെ ജയിക്കാൻ കഴിഞ്ഞതെന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം കർത്താവ് മനഃപ്പാഠമാക്കിയ ചില വാക്കുകൾ പറഞ്ഞുകൊണ്ടാണ് ആ പരീക്ഷയെ ജയിച്ചത്. അങ്ങനെയെങ്കിൽ ബൈബിൾ വാക്യങ്ങളെ മനഃപ്പാഠമാക്കുന്ന, തിരുവെഴുത്തുകളെ മനഃപ്പാഠമാക്കുന്ന ഒരു ആത്മീക ശിക്ഷണം എനിക്കും നിങ്ങൾക്കും ആവശ്യമായിട്ടുണ്ട്. 4-മതായി, ഈ ആത്മീക ശിക്ഷണങ്ങൾ അനുസരിക്കുവാനും വിശ്വസ്തരായി തീരുവാനും നമ്മെ അഭ്യസിപ്പിക്കുന്നു. They train us for obedience and faithfulness. ദൈവത്തെ അനുസരിക്കുക, കൂടുതൽ ദൈവത്തെ അനുസരിക്കാനും വിശ്വസ്തരാകാനും നമ്മെ സഹായിക്കുന്ന ഒരു ആത്മീക ശിക്ഷണങ്ങളാണ് ഏറ്റുപറച്ചിൽ. നമ്മളൊരു തെറ്റ് സംഭവിച്ചാൽ, നമ്മുടെ ജീവിതത്തിൽ ഒരു പാപമുണ്ടായാൽ അത് ദൈവത്തോട് ഏറ്റുപറയുക, ഒരു സഹവിശ്വാസിയോടാണ് തെറ്റ് ചെയ്തതെങ്കിൽ ആ വ്യക്തിയോട് ഏറ്റുപറയുക. ഇത് ആത്മീക ശിക്ഷണങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. 1 യോഹന്നാൻ 1-ാം അധ്യായത്തിൽ യോഹന്നാൻ പറയുന്നത്, നാം നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ മാത്രം സംഭവിക്കുന്ന ഒരു ആത്മീക അനുഭവത്തെ കുറിച്ച് അവിടെ പറയുകയാണ്. നാം ആത്മീകമായി ബലപ്പെടണമെങ്കിൽ, നാം പാപത്തിന്റെ ശക്തിയെ ജയിക്കുവാൻ നമ്മെ സഹായിക്കുന്ന ഒരു കാര്യമാണ് ഏറ്റുപറച്ചിൽ. നാം ഒരു വ്യക്തിയോട് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തെറ്റ് ആ വ്യക്തിയോട് ഏറ്റുപറയുന്നതിലൂടെയാണ് നമ്മൾ ആ പാപത്തിന് നമ്മുടെ മേലുള്ള ശക്തിയെ മറികടക്കാൻ നമുക്ക് കഴിയുന്നത്. എബ്രായ ലേഖനം 5-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, കട്ടിയായുള്ള ആഹാരം നന്മ തിന്മകളെ തിരിച്ചറിയുവാൻ തഴക്കത്താൽ അഭ്യസിച്ച ഇന്ദ്രിയങ്ങളുള്ളവരായി പ്രായം തികഞ്ഞവർക്കേ പറ്റുകയുള്ളൂ. ഒരഭ്യസനത്തെ കുറിച്ച് അവിടെ പറയുകയാണ്. നന്മ തിന്മകളെ തിരിച്ചറിയാൻ തഴക്കത്താൽ അഭ്യസിച്ചവർ. അതിന് നമ്മെ സഹായിക്കുന്നത് സ്പിരിച്വൽ ഡിസിപ്ലിൻസ് ആണ്. ഏറ്റുപറച്ചിൽ ഒരു സ്പിരിച്വൽ ഡിസിപ്ലിനാണ്. മറ്റൊന്നാണ് അക്കൗണ്ടബിലിറ്റി. നമ്മൾ സ്ഥിരമായി പങ്കെടുക്കുന്ന പള്ളിയിൽ അല്ലെങ്കിൽ കൂട്ടായ്മയിൽ ഒരു ഞായറാഴ്ച പോയില്ല എന്ന് കരുതുക. അടുത്ത ഞായറാഴ്ച ചെല്ലുമ്പോൾ കഴിഞ്ഞ ഞായറാഴ്ച എവിടെ പോയി എന്ന് ആരെങ്കിലും ചോദിച്ചാൽ നമുക്ക് ഇഷ്ടമാണോ അല്ലയോ? നമുക്ക് പലപ്പോഴും അത് ഇഷ്ടമല്ല, അത് ഒന്ന് ഉഴപ്പും നമ്മൾ. പക്ഷെ അക്കൗണ്ടബിലിറ്റി എന്ന് പറഞ്ഞാൽ, ഞാൻ ഒരു ഞായറാഴ്ച ആരാധനയിൽ സംബന്ധിച്ചില്ലെങ്കിൽ അത് എന്തുകൊണ്ട് എന്ന് പറയാൻ നമുക്ക് കഴിയണം. നമ്മുടെ വിശുദ്ധ ജീവിതത്തിന്റെ പരാജയത്തെ അന്യോന്യം കണക്ക് പറയണം. അങ്ങനെ അന്യോന്യം കണക്ക് പറയുമ്പോൾ നാം ആ പാപത്തെ ജയിക്കുകയാണ്, നമ്മുടെ ജീവിതത്തിലെ അലസതയെ ജയിക്കുകയാണ്. അത് കൂടുതൽ ദൈവവചനത്തിനനുസരിച്ച് ബലപ്പെടുവാൻ സഹായിക്കുകയാണ്. അത് നമ്മുടെ ജീവിതത്തിലെ ബ്ലൈൻഡ് സ്പോട്ടിനെ, പെട്ടെന്ന് കാണാൻ കഴിയാത്ത ജീവിതത്തിലെ പാപങ്ങളെയൊക്കെ തിരിച്ചറിയുവാനും ജയിക്കുവാനും നമുക്ക് കഴിയും. ചില ആളുകളുണ്ട്, ആത്മീകമായി അനാഥരായി ജീവിക്കുന്ന ആൾക്കാരുണ്ട്. അവർക്ക് ലോകത്ത് ഒരു വ്യക്തികളുമായി ബന്ധങ്ങളൊന്നുമില്ല. അവരൊറ്റയാന്മാരെ പോലെ ഞാനും ദൈവവും മാത്രം അറിഞ്ഞാൽ മതി എന്ന് ചിന്തിക്കുന്ന ആളുകൾ കാണിക്കുന്ന ഒരു വലിയ അബദ്ധമാണ് അന്യോന്യം ഉള്ള അക്കൗണ്ടബിലിറ്റി. തമ്മിൽ അന്യോന്യം എന്ന വാക്ക് പുതിയ നിയമത്തിൽ 105 പ്രാവശ്യം ആ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. സഹവിശ്വാസികൾ തമ്മിലുള്ള ബന്ധത്തെ ഊട്ടിയുറപ്പിക്കുന്ന പദങ്ങൾ. 5, ഈ ആത്മീയ ശിക്ഷണങ്ങൾ ആത്മീയ ജീവിതത്തിൽ നിന്ന് തെന്നിപ്പോകാതിരിപ്പാൻ, വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിപ്പാൻ നമ്മെ സഹായിക്കുന്നു.
എബ്രായ ലേഖനം 2-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ നാം അത് വായിക്കുന്നു. അതുകൊണ്ട് നാം വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ ആവശ്യമാകുന്നു. ഈ ആത്മീക കൂട്ടായ്മ തുടർച്ചയായി പതിവായിട്ട് നമുക്ക് ലഭിക്കുന്ന ആത്മീക കൂട്ടായ്മകൾ, ആത്മീക ആരാധനകളൊക്കെ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന്റെ ഒരു ചെക്ക് പോയിന്റ് ആണ്. അതുകൊണ്ടാണ് കർത്താവിന്റെ മേശയിൽ സംബന്ധിക്കുന്നതിന് മുമ്പ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പം തിന്നുവാനും പാനപാത്രത്തിൽ നിന്ന് കുടിക്കുവാനും. അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോൾ റെഗുലറായി നാം നമ്മെ തന്നെ വിലയിരുത്തുകയാണ്. ഞാൻ കഴിഞ്ഞ തവണത്തേതിനേക്കാൾ കൂടുതൽ ഒഴുകിപ്പോയിട്ടുണ്ടോ, കൂടുതൽ പിന്മാറിപ്പോയിട്ടുണ്ടോ, സ്വയം പരിശോധിക്കുന്ന അവസരങ്ങളാണ്. അവസാനം 6-മതായി, ഈ ആത്മീക ശിക്ഷണങ്ങൾ നമ്മുടെ ആത്മീക പോരാട്ടത്തിൽ നമ്മെ ബലപ്പെടുത്തും. നമ്മളെ ആത്മീക പോരാട്ടത്തിൽ ബലപ്പെടുത്തുന്നത് ഈ സ്പിരിച്വൽ ഡിസിപ്ലിൻസ് ആണ്. മധ്യസ്ഥ പ്രാർത്ഥന, നാം നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, നാം മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അങ്ങനെ നാം പ്രാർത്ഥിക്കുമ്പോൾ അത് നമ്മളെ കൂടുതൽ ബലപ്പെടുത്തുകയാണ്. അത് നമ്മുടെ ആത്മശക്തി പ്രാപിക്കുകയാണ്. ആരാധന, വചന പഠനം. ചില ആളുകൾക്ക് പ്രസംഗം ഇഷ്ടമാണ്, പക്ഷേ ബൈബിൾ ക്ലാസ് ഇഷ്ടമല്ല. കാരണം എന്റർടൈൻമെന്റ് കുറവായിരിക്കും. അതുകൊണ്ട് ബൈബിൾ ക്ലാസ്സിനെ ഇഷ്ടപ്പെടാത്ത ആളുകളുണ്ട്. എന്നാൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആത്മീക ജീവിതത്തിൽ ഈ ആത്മീക ശിക്ഷണത്തിൽ ബലപ്പെട്ടില്ലെങ്കിൽ നമുക്കൊരിക്കലും ആത്മീക പോരാട്ടത്തിൽ ജയിക്കുവാനായിട്ട് സാധ്യമല്ല. പൗലോസ് അപ്പോസ്തലൻ ഇപ്രകാരം പറയുന്നു, എഫേസ്യ ലേഖനം 6-ാം അധ്യായം 10-11 വാക്യങ്ങളിൽ, ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവിൻ. രാജിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധ വർഗം ധരിച്ചുകൊള്ളുവിൻ. നാം സർവായുധ വർഗം ധരിക്കാതെ ബലഹീനരായി ഒരിക്കലും വിജയകരമായ ക്രിസ്തീയ ജീവിതം സാധ്യമല്ല. വിജയകരമായ ക്രിസ്തീയ ജീവിതം സാധ്യമാകണമെങ്കിൽ ആത്മീക പോരാട്ടത്തിൽ ബലപ്പെടുവാൻ കഴിയണം. പ്രലോഭനങ്ങളെ ജയിക്കാൻ കഴിയണമെങ്കിൽ ആത്മീകമായ പരിശീലനം നമുക്ക് ആവശ്യമായിട്ടുണ്ട്. ഞാൻ ചില ആത്മീക ശിക്ഷണങ്ങൾ അത് എങ്ങനെ നമ്മളെ സഹായിക്കുമെന്നുള്ളതും പറയുകയായിരുന്നു. പ്രാർത്ഥിക്കുമ്പോൾ നാം ദൈവത്തോടുള്ള ഇന്റിമേറ്റ് റിലേഷൻഷിപ്പിലേക്ക് വരുന്നു, ദൈവാശ്രയത്തിലേക്ക് കൂടുതലായിട്ട് വരുന്നു. ദൈവവചനം പഠിക്കുമ്പോൾ നമ്മുടെ മനസ്സ് ദൈവിക ജ്ഞാനത്താൽ, ദൈവിക സത്യങ്ങളാൽ നിറയപ്പെടുന്നു. ഉപവസിക്കുമ്പോൾ ജഡത്തെ ബലഹീനമാക്കുകയും ആത്മാവിനെ ബലപ്പെടുത്തുകയും ചെയ്യുന്നു. ദൈവത്തെ ആരാധിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിന്റെ, നമ്മുടെ ജീവിതത്തിന്റെ മധ്യത്തിൽ ദൈവത്തെ കൊണ്ടുവരികയാണ്. നമ്മുടെ ആത്മീക കാഴ്ചപ്പാടുകളെ ഷാർപ്പൻ ചെയ്യുകയാണ്. ആത്മീക കൂട്ടായ്മകളിൽ പങ്കെടുക്കുമ്പോൾ നാം അന്യോന്യം ഉത്സാഹിപ്പിക്കുന്നവരും അന്യോന്യം കണക്ക് കൊടുക്കുന്നവരുമായി മാറുകയാണ്. സൈലൻസ് ആൻഡ് സോളിറ്റ്യൂഡ്, നിശബ്ദ നിമിഷങ്ങൾ, അത് നമ്മുടെ ആത്മീകമായ കാഴ്ചപ്പാടുകൾ കൂടുതൽ ഷാർപ്പാക്കി മാറ്റുന്നു, കൂടുതൽ വ്യക്തതയുള്ളതാക്കി തീർക്കുന്നു. പാപത്തെ ഏറ്റുപറയുമ്പോൾ നമ്മുടെ മേലുള്ള പാപത്തിന്റെ ശക്തിയെ നമ്മൾ ബ്രേക്ക് ചെയ്യുകയാണ്. നാം മറ്റുള്ളവരെ ശുശ്രൂഷിക്കുമ്പോൾ നമ്മിൽ നിന്ന് ശ്രദ്ധ മാറ്റി മറ്റുള്ളവരിലേക്ക് നമ്മുടെ ശ്രദ്ധ കൊടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ ആത്മീക നിഗളത്തെ കൊല്ലുകയാണ്, ആത്മീക നിഗളത്തെ തകർക്കുകയാണ്. ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കട്ടെ. നമ്മുടെ ആത്മീക ജീവിതത്തിൽ നാം ആത്മീക ശിക്ഷണങ്ങളിലൂടെ കടന്നുപോയില്ല എങ്കിൽ പട്ടിണി കിടക്കുന്ന, ബലമില്ലാത്ത ഒരു ക്രിസ്ത്യാനിയായി മാറിപ്പോകും. അതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുമ്പോൾ നമുക്ക് ആവശ്യമായ എല്ലാം, നമ്മുടെ ആത്മീക വളർച്ചയ്ക്ക് ആവശ്യമായതെല്ലാം ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. പരിശുദ്ധാത്മാവിനെ ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. എന്തൊക്കെ ശീലങ്ങളാണ് നമുക്ക് വേണ്ടത് എന്ന് തിരുവെഴുത്തുകൾ നമ്മുടെ മുമ്പിൽ പറഞ്ഞിട്ടുണ്ട്. ആ ശീലങ്ങൾ പിന്തുടരുന്നവരാകാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഈ 4 ദിവസങ്ങളിൽ അവസരം നൽകിയ
പ്രിയ മത്തായി സാറിനോടും EGM ഓഫ് ഇന്ത്യയോടുമുള്ളതായ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ശ്രദ്ധിച്ച നിങ്ങൾ എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ഒരു നിമിഷം പ്രാർത്ഥിച്ച് ഞാൻ അവസാനിപ്പിക്കാം. സ്വർഗീയ പിതാവേ, ഞങ്ങൾക്ക് വേണ്ടതായ ആത്മീക ശീലങ്ങളെ കുറിച്ച് തിരുവചനത്തിൽ നിന്ന് ഇന്ന് ഒരിക്കൽ കൂടെ ഓർക്കുവാനായിട്ടിടയായി തീർന്നല്ലോ. കർത്താവെ, ദൈവവചനത്തിലൂടെ ഞങ്ങളെ പഠിപ്പിച്ച ഈ ആത്മീക സത്യങ്ങൾക്കനുസരിച്ച് ഞങ്ങളുടെ ജീവിതങ്ങൾ ക്രമീകരിക്കപ്പെടുവാനും അങ്ങനെ വിജയകരമായ ഒരു ക്രിസ്തീയ ജീവിതം നയിപ്പാനും ഞങ്ങൾ എല്ലാവരെയും അവിടുന്ന് സഹായിക്കണമേ. അതിനായി ഞങ്ങളെ ബലപ്പെടുത്തണമേ. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ.